ബംഗ്ലാദേശിൽ ഹിന്ദു നേതാവായ ഭാബേഷ് ചന്ദ്ര റോയ് കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം 4:30 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു ഫോൺ കോൾ വരുന്നു. പിന്നീട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വീതം ബൈക്കിൽ വരുന്നു, തട്ടിക്കൊണ്ടു പോകുന്നു, പിന്നെ മർദ്ദിച്ച് അവശനാക്കി വീണ്ടും മുന്നിൽ കൊണ്ടിരുന്നു. അപ്പോൾ വീണ്ടും ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം കൂടി വരും. വീണ്ടും എന്ന് പറയുന്നതല്ല, ഈ യൂനസ് എന്ന് പറയുന്ന മനുഷ്യൻ വ്യാജമായ രീതിയിൽ ബംഗ്ലാദേശിൻ്റെ ഭരണം കൈയടക്കി. കാരണം യൂനസ് ഒരിക്കൽ പോലും ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭരണകർത്താവല്ല. അതെ. ഡാക്ക യൂണിവേഴ്സിറ്റിയിലെ 1000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരവും ആ സമരത്തെ തുടർന്ന് നടത്തിയ ഒരു കൂവുമാണ് എന്താണ് അതിൻ്റെ ഒരു അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു സംവിധാനത്തിലൂടെ ജനാധിപത്യ മാർഗത്തിലല്ലാതെ അധികാരം പിടിച്ചെടുത്ത കക്ഷിയാണ് ഈ പറഞ്ഞ യൂനസ്. യൂനസ് ആകട്ടെ ജോർജ് സോറോസിൻ്റെ വിശ്വസ്തനായ അനുയായിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമാണ്. യൂനസിന് ഈ നോബൽ സമ്മാനം നേടിക്കൊടുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്ത ആൾ ജോർജ് സോറോസാണ്. ജോർജ് സോറോസിൻ്റെ വിശ്വസ്തരായ കിങ്കരനാണ് യൂനസ്. അപ്പോൾ ജോർജ് സോറോസിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ബംഗ്ലാദേശിൽ ഈ വിപ്ലവമല്ല ഈ അട്ടിമറി നടത്തി അധികാരം പിടിച്ചെടുത്ത് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഇത് യൂനസ് ആണെങ്കിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുമായി ആത്മബന്ധം പുലർത്തുന്ന ഒരാളാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഒന്നാമത്തെ മുദ്രാവാക്യം തന്നെ ഇസ്ലാം മുസ്ലിം ഇതരരായിട്ടുള്ളവരെ നിഷ്കാസനം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ മുസ്ലിം ഇതരരായിട്ടുള്ളവരെ ഭൗതികമായി ഉന്മൂലനാശം വരുത്തുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഏറ്റവും അടുത്ത വിശ്വസ്ത സുഹൃത്തായിട്ടുള്ള യൂനസ് അധികാരത്തിലേറിയ ഉടനെ തന്നെ അവർക്കെതിരെ ഉണ്ടായിരുന്ന നിരോധനം നീക്കുകയും അവരുടെ എല്ലാ തീവ്രവാദികളായിട്ടുള്ളവരെയും ജയിലിൽ നിന്ന് തുറന്നു വിടുകയും ചെയ്തു. ഇതാണ് പശ്ചാത്തലം. അതിനുശേഷം നിരന്തരമായിട്ട് അവിടെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, ജൈനർ, ബൗദ്ധർ ഇവരൊക്കെ നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ആക്രമിക്കപ്പെടുന്നു എന്നുള്ള പരാതികൾ വരുന്ന സമയത്ത് ഞാൻ ഇടപെട്ടിട്ടുണ്ടെന്ന് ഇയാൾ പറയും എന്നല്ലാതെ ഇയാൾ യാതൊന്നും ചെയ്യുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ സത്യത്തിൽ നിയമവാഴ്ച ഇല്ലാതെയായിട്ടുണ്ട്. നിയമവാഴ്ച ഇല്ലാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇയാൾ അവിടെ പോവുകയോ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുകയോ ചെയ്യാൻ ഇയാൾക്ക് പേടിയുണ്ട്. ഇയാൾ ആകെ ചെയ്യുന്നത് ബീഗം ഷെയ്ഖ് ഹസീനയെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് അവരെ ഉന്മൂലനാശം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചല്ലാതെ ഭരണം നേരെ ചൊവ്വയാക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക രംഗത്ത് വലിയ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ട് ഉൽപ്പന്നം എന്ന് പറയുന്ന അവിടുത്തെ പരുത്തി വസ്ത്രങ്ങളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പരുത്തി വസ്ത്രങ്ങളെല്ലാം വരുന്നത് അവിടെ ബംഗ്ലാദേശിൽ നിന്നാണ്. നിങ്ങൾക്ക് എടുത്ത് കഴിയും, ഇൻ്റർനാഷണൽ ബ്രാൻഡിലുള്ള പരുത്തി വസ്ത്രങ്ങൾ മുഴുവനും ബംഗ്ലാദേശിൽ നിന്ന് പോകുന്നതാണ്. ആ പരുത്തി വസ്ത്ര നിർമ്മാണവും അതിൻ്റെ ഈ എക്സ്പോർട്ടും ഒക്കെ വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പം നിൽക്കുന്നത്. വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. ആ സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഈ അരാജകത്വത്തിൻ്റെ മറവിൽ അവിടുത്തെ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാബേഷിൻ്റെ ചന്ദ്ര റോയിയുടെ ഈ മരണത്തെ ഈ കൊലപാതകത്തെ നമ്മൾ കാണേണ്ടത്. അതിൻ്റെ തുടർച്ചയായിട്ട് വന്നുപെട്ടതാണത്, അല്ലാതെ യാദൃച്ഛികമായിട്ടുണ്ടാകുന്നതല്ല. അല്ല, ഇപ്പോൾ ഫോൺ കോൾ വരുന്നു, ഇയാളെ ബൈക്കിൽ 2-4 പേര് ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു, അത് മറ്റൊരു ഗ്രാമത്തിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയാണ്. അങ്ങനെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ തന്നെ പർപ്പസ്ഫുള്ളി ഇയാളെ ഉപദ്രവിച്ച് വേദനിപ്പിച്ച്, അയാളെ വേദനിപ്പിച്ച് കൊല്ലണം എന്നാണ്. അതാണ് വെടിവെച്ച് വന്നു കഴിഞ്ഞാലൊക്കെ അത്രയും വേദന കിട്ടില്ലല്ലോ. ഇയാളെ മർദ്ദിച്ച് അവശനാക്കി തിരിച്ചു കൊണ്ടുവന്ന് ഇട്ട് അയാൾ ചത്തുപോകണം. അത് മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നതല്ലോ. ഈ ബംഗ്ലാദേശിലെ ഈ മൈനോറിറ്റി ആയിട്ടുള്ള ഹിന്ദുക്കൾ ഇല്ലാതെയായി. 28% പേരായിരുന്നു 1947 ബംഗ്ലാദേശിലുണ്ടായിരുന്ന ഹിന്ദുക്കൾ. ഇന്ന് എത്രയുണ്ട്? 6%, 7% ചുരുങ്ങി.
ബാക്കി 21% പേരെയും അവിടെ കൊന്നൊടുക്കുകയാണ് ഉണ്ടായത്. മുസ്ലിങ്ങൾ വംശഹത്യ നടത്തിയാണ് അവിടെ ഈ ഹിന്ദുക്കളെ ഇല്ലാതെയാക്കിയത്. അതിനെക്കുറിച്ച് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ല. ഈ മുസ്ലിം ലീഗ് അടക്കം ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന സംഘടനകളുണ്ടല്ലോ, ആരെങ്കിലും മിണ്ടാറുണ്ടോ? ഏതെങ്കിലും ഇടതുപക്ഷ സാംസ്കാരിക നായകൻ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറയാറുണ്ടോ? ഇല്ല. കാരണം അത് ഒരു അസംഷൻ എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളാണെങ്കിൽ കൊല്ലപ്പെടാൻ അർഹരാണ് എന്ന രീതിയിലാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളാണെങ്കിൽ അവരെ എവിടെ വെച്ച് എങ്ങനെ വേണമെങ്കിലും കൊല്ലാം എന്ന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന നരഹത്യയും വംശഹത്യയുമാണ് ബംഗ്ലാദേശ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കാര്യമായൊരു പ്രതിഷേധം വരുന്നില്ല. അതാണ് കഷ്ടം. ഇന്ത്യ പ്രതിഷേധിക്കുന്നുണ്ട്, പക്ഷെ ഒരു കാര്യവുമില്ല. കാരണം ബംഗ്ലാദേശിൽ ഇപ്പോൾ യൂനസിന് ആര് മൈൻഡ് ചെയ്യും? ജനകീയ നേതാവല്ലല്ലോ, ജനാധിപത്യത്തിൻ്റെ ഭാഗമല്ലല്ലോ. ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു സർക്കാരിന് ജനാധിപത്യ വിരുദ്ധമായ മാർഗത്തിലൂടെ പുറത്താക്കി അധികാരം ഈ പട്ടി ചില ഭക്ഷണ പദാർത്ഥങ്ങൾ മോഷ്ടിച്ചെടുക്കുന്ന രീതിയിൽ അധികാരം മോഷ്ടിച്ചെടുത്ത ഒരാളാണ് യൂനസ്. മോഷ്ടാവിൻ്റെ കയ്യിൽ അതിരിക്കുമ്പോൾ അയാൾക്ക് എപ്പോഴും അപകർഷതാബോധം തോന്നിക്കൊണ്ടിരിക്കും. ആ അപകർഷതാബോധം യൂനസിനുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ ജോർജ് സോറസിന് പഴയ രീതിയിൽ സഹായിക്കാനും പറ്റുന്നില്ല. കാരണം ട്രംപ് വന്നതോടുകൂടി സോറസിൻ്റെ സോഴ്സുകളിൽ പിടിവീണിട്ടുണ്ട്. അപ്പോൾ അത് കാരണം പൈസയുടെ ഫ്ലോയും വരുന്നില്ല. പിന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബംഗ്ലാദേശിൽ ട്രംപ് എന്താണ് ഉദ്ദേശിച്ചത് അത് നടന്നു കഴിഞ്ഞു. ഇനി യൂനസ് പെരുവഴിയിലായാലും ട്രംപിനൊന്നുമില്ല. കാരണം പെരുവഴിയിലാകാൻ യൂനസ് അർഹനുമാണ്. ട്രംപിനെ കൊണ്ട് നേടാവുന്നതിൻ്റെ പരമാവധി യൂനസ് നേടി. അങ്ങനെയാണ് നോബൽ സമ്മാനം അടക്കം ട്രംപ് സംഘടിപ്പിച്ചു കൊടുത്തതാണ്. ജോർജ് സോറസിനെ കൊണ്ട് നേടാവുന്നതിൻ്റെ പരമാവധി നേട്ടം ഉണ്ടാക്കിയ മാന്യനാണ് മുഹമ്മദ് യൂനസ്. ഭയങ്കര വർഗീയവാദിയുമാണ്. അപ്പോൾ അങ്ങേരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ്. അവിടെയാണ് ഈ തകരാറ് വരുന്നത്. ഇപ്പോൾ ഈ ജമാഅത്ത് ഇസ്ലാമി അതുപോലെ തന്നെ അന്ന് അവിടെ പ്രക്ഷോഭം ഉണ്ടാക്കിയ വിദ്യാർത്ഥി സംഘടനകൾ ഇവരെല്ലാം ഉണ്ട്. ഇവരെയൊക്കെ ഇനി മാറ്റി നിർത്തി ഒരു പക്ഷേ അവിടുത്തെ സൈന്യാധിപൻ വാക്കർ ഉസ്മാനുണ്ട്, പുള്ളി പറയുകയാണ് ഇനി ഇവരെയൊക്കെ എടുത്ത് കളയാം, ഈ മുഹമ്മദ് യൂനിസിനെ മാറ്റാം, നമുക്ക് ബീഗം മറ്റേ ഷെയ്ഖ് ഹസീനെ എവിടെ തിരിച്ചു കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ടൊരു നിലപാടിലേക്ക് ഇനി മാറാനുള്ള സാഹചര്യം. സൈന്യത്തിൽ ഇയാൾക്ക് യാതൊരു സ്വാധീനവും ഇല്ല. അതായത് സൈന്യാധിപന് ഇയാളോട്ട് അത്ര ടൈംസിലല്ലോ. അല്ല, സ്വാധീനമില്ലെന്ന് ഇയാൾക്ക് ഈ പേഴ്സോണ നോൺ ഗ്രേറ്റാ. ഇയാൾ അവിടെ മൈക്രോ ഫിനാൻസിങ് നടത്തി. അതെ, പരാജയപ്പെട്ടതല്ല, 28% പലിശക്കാണ് കൊടുത്തിരുന്നതെന്നാണ് ഞാൻ വായിച്ചു വന്ന് പറഞ്ഞത്. 28%? അതിൽ ചെന്നവരെല്ലാം ആജന്മ കടക്കാരായി മാറി. പുള്ളി ഇന്ന് ചില്ലറ അടിച്ചു മാറ്റി വിദേശത്തേക്ക് പുള്ളി നിക്ഷേപിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു ബേസും ഇല്ലാത്ത ഒരാളാണ്. ഇയാൾ നിന്ന് കാശ് കടം വാങ്ങിച്ചവരുടെ മുമ്പിൽ ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ അവർ തന്നെ ഇയാളെ കൊല്ലും. കാരണം അവിടെ നിന്ന് 100 രൂപ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 100 രൂപ എടുത്ത ഒരു സ്ത്രീ ആജന്മ കടക്കാരിയാണ്. മരിച്ചു കഴിഞ്ഞാലും കടം തീരില്ല. 28% പലിശക്കാണ് ഈ മാന്യൻ കാശ് കൊടുത്തിരുന്നത്. ബ്ലേഡ് കമ്പനിയല്ലേ? അതെ, ബ്ലേഡ് കമ്പനി നടത്തിയിരുന്ന ഒരാൾക്കാണ് നോബൽ സമ്മാനം കിട്ടിയത്. സാമ്പത്തിക രംഗത്ത് ഇത് സാമ്പത്തിക ശാസ്ത്രത്തിൽ കിട്ടിയതല്ല, അങ്ങനെയാണ് അല്ല, സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് പുള്ളിക്ക് കിട്ടിയത്. പുള്ളി എന്ത് സമ്മാനം ഉണ്ടാക്കിയെന്ന് ഒരാൾക്കൊരു പിടിയില്ല. ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ആയതുകൊണ്ട് ആർക്കും കൊടുക്കാം. സമഗ്ര സംഭാവനയ്ക്ക് സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് ആർക്കും കൊടുക്കാം. സാഹിത്യ അക്കാദമി ഇടയ്ക്ക് സമഗ്ര സംഭാവനയ്ക്ക് അവാർഡ് കൊടുക്കും, ആർക്കും കൊടുക്കാം. സമഗ്രം എന്തൊക്കെയുണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. ആ രീതിയിൽ ഒരു സമഗ്ര സംഭാവനയ്ക്ക് ജോർജ് സോറസ് മേടിച്ചു കൊടുത്ത ഒരു ഉപഹാരമാണ് ഈ യൂനസിൻ്റെ അവാർഡ്.
ഇപ്പം ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി, ഹിന്ദു സന്യാസം കൊലപ്പെടുത്തി, അതിനെതിരെ ഇപ്പം ആദ്യം ഖാർഗെ ഒന്ന് പ്രതികരിച്ചിരുന്നു, ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. ഇപ്പം ഇന്ത്യ ഔദ്യോഗികമായി തന്നെ ഇതിനെതിരായിട്ടുള്ള നിലപാട് എടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി അവർ എന്തെങ്കിലും ഒരു മാറ്റം, ഒരു ചേഞ്ച് കൊണ്ടുവരുമോ ബംഗ്ലാദേശ്? കൊണ്ടുവരാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ സാധ്യതയില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവിടെ ആര് കൊണ്ടുവരും ഇത്? അവിടെ പിടിമുറുക്കിയിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഈ കൊലപാതകത്തിന് വേണ്ടി ദാഹിക്കുന്നവരുമാണ്. അപ്പോൾ പിന്നെ ആര് കൊണ്ടുവരും? പക്ഷെ ബംഗ്ലാദേശിലെ ഒരു വലിയ വിഭാഗം ജനത ഇപ്പോൾ മുഹമ്മദ് യൂനിസിന് എതിരായി തുടങ്ങി എന്നുള്ള സൂചനകൾ പണ്ടേ മുഹമ്മദ് യൂനിസിന് അനുകൂലമായിട്ട് അവിടെ ജനങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു ഘട്ടത്തിലും. ഉണ്ടായി എന്നത് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളുടെ പ്രചാരണം മാത്രമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇയാൾക്ക് ജനപിന്തുണ ഉണ്ടെങ്കിൽ അയാൾക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് പോയിട്ട് ജയിച്ച് പ്രധാനമന്ത്രിയാകല്ലോ അടുത്ത. അത് പറ്റില്ല. പഞ്ചായത്തിൽ മത്സരിച്ചാൽ തോറ്റു പോകും. ഇദ്ദേഹം ഒരിക്കൽ തെരഞ്ഞെടുപ്പിന് മത്സരിച്ച് ദയനീയമായി തോറ്റുപോയി, കെട്ടിവെച്ച കാശ് പോയി. അല്ലാതെ പഞ്ചായത്തിൽ മത്സരിച്ചാൽ പുള്ളി തോറ്റുപോകും. കാരണം പുള്ളിയുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങിച്ചിരിക്കുന്ന സ്ത്രീകൾ മുഴുവൻ വന്ന് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി തോറ്റിരിക്കും. അവരെല്ലാം ആജന്മ കടക്കാരാക്കി മാറ്റി. അവർക്ക് അതിൽ നിന്ന് ആ ഋണവിമുക്തി ഇല്ല. ചുരുക്കം പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ഹിന്ദു നേതാവിനെ കൂടെ കൊലപ്പെടുത്തിക്കൊണ്ട് വീണ്ടും ഒരു ഭീഷണിയുടെ സ്വരം അവർ ആവർത്തിക്കുന്നത് മനസ്സിലാക്കണം. അല്ല, ഭീഷണിയില്ല, ഞങ്ങൾ ഇത് ചെയ്യുന്നതാണ്. ഹിന്ദു സംസ്കാരത്തിന് വേണ്ടിയും ഹിന്ദുക്കളുടെ ആചാരത്തിന് വേണ്ടിയും ആ സംസ്കാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ആരെങ്കിലും പരിശ്രമിച്ചാൽ അവനെ ഞങ്ങൾ കൊന്നുകളയും എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമി എന്ന മത തീവ്രവാദ സംഘടനയുടെ അജണ്ടയാണ്. അവരത് നടപ്പിലാക്കിയാണ്. അതിനി നടപ്പിലാക്കിക്കൊണ്ടിരിക്കും എന്നാണ് ഞാൻ ഊഹിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.